അബി എന്താണെന്ന് പരിപാടി? ഇന്ന് നമുക്ക് ഒരു ഡയലോഗ് പറയണത് അതുപോലെ പറയാൻ പറ്റില്ല. എന്താണിത്? തുടക്കമേ തെറ്റിച്ച്. അതെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫിലിം ഫെയർ അവാർഡ് ഫംഗ്ഷന് ഒരുങ്ങാനാണ്. അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് അസ് ഇതാണ് എന്റെ ആദ്യത്തെ ജീവിതത്തിലെ ആദ്യത്തെ ഫിലിം ഫെയർ അവാർഡ് വാങ്ങാനായിട്ട് ഞാൻ ഇവിടെ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. അല്ല, കൊച്ചി തന്നെയാണ്, എന്നാലും ഇവിടെ എത്തി. ഇനി ഞങ്ങള് റെഡി ആവണം, അത് കഴിഞ്ഞ് അവിടെ പോകണം, പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് അഭിലാഷ് വന്നിട്ടുണ്ട്, താരുണ്യ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചേർന്ന് ഇന്നത്തെ ലുക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണിക്കും. ഫുഡ് കഴിക്കാൻ പോണ്ടേ? ആദ്യം അത് കഴിക്കാം, എന്നിട്ട് റെഡി ആവാം അല്ലേ? കഴിക്കണില്ലേ? ശരി, ഓക്കെ, ബൈ. കുഞ്ചു വന്ന് അയാളെ സ്കൂളിൽ പോയപ്പോ സ്പീച്ച് പ്രിപ്പയർ ചെയ്തില്ലേ, അപ്പോൾ ഉള്ള ടെൻഷൻ പോലെയാണ് എനിക്ക്. അതിലത് പറയത്തില്ല. പിന്നെ ഇതുപോലെ കുറെ അത് അത്യാവശ്യം കുറച്ച് സ്പീച്ച് ഉണ്ടായിരുന്നല്ലോ, പിന്നെ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ആണല്ലോ പറയേണ്ടത്. താങ്ക് യു പറഞ്ഞാൽ മതിയല്ലോ. താങ്ക് യു പറയാൻ പറ്റില്ല, എനിക്ക് സ്പീച്ച് ആയിട്ട് പറയണമായിരുന്നല്ലോ. വ്യത്യാസമുണ്ട്. കാത്തിരുന്ന് ഞങ്ങള് സാലഡ് തുടങ്ങി, ഇതുവരെ മെയിൻ കോഴ്സ് വന്നില്ല. ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഫുഡ് വന്നു. അതെ, എനിക്കിന്ന് ഭയങ്കര വിശപ്പ്. ടെൻഷൻ കൂടുമ്പോ എനിക്ക് വിശപ്പ് വിശന്നിട്ട് വയ്യായിരുന്നു. ഇവരാണെങ്കിൽ ഇന്ന് ഭയങ്കര ലേറ്റ്. ടെൻഷൻ കൂടുമ്പോ കുറച്ച് ആർത്തി കൂടുതലാണ്. വിശപ്പും കുറെ കഴിക്കും. കുറെ നേരം ഇത്രയും കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, ഇപ്പഴാണ് ഒന്ന് തിരിച്ചത്. ഇനിയിപ്പോ കുറെ കഴിക്കാനും പറ്റില്ല, കാരണം വയറ് വീർത്ത് കഴിഞ്ഞാൽ സാരി എടുക്കുമ്പോ കഴിച്ചിട്ട് നമുക്കിനി അടുത്ത മേക്കപ്പ് അല്ലേ? അവർക്ക് ഇപ്പൊ വരും, ഒന്നിനും സമയമില്ല. തുടങ്ങി ഇത് തുടങ്ങി ധൃതി. ഇതെല്ലാം എടുത്തിരിക്കാണ്. അഭിലാഷിന്റെ അഭിനയമികൾ ഇപ്പൊ കാണാം. അഭിനയിക്കടാ. ഞാനിങ്ങനെ പറയായിരുന്നു, ഇതെന്താ നമ്മുടെ ടീമിൽ ആരും കോമഡി പറയണ ആൾക്കാരില്ലല്ലോ എന്ന് പറയായിരുന്നു. എല്ലാവരും സീരിയസ് ആയിട്ട് വന്നു മേക്കപ്പ് ചെയ്യുന്നു. ഞാനാണെങ്കിൽ അധികം കോമഡി പറയില്ല, അഭിലാഷും പറയില്ല. അപ്പോഴാണ് താരുണ്യ പറയുന്നു പറയണത്. നോക്കട്ടെ താരുണ്യോട് കോമഡികൾ ഉണ്ടായിരുന്നു. രണ്ട് കോമഡി പറഞ്ഞു. ഏത് ടൈപ്പ് ഇവിടെ പോകും പറ. അയ്യോ, എടുക്കട്ടെ ഞാൻ. ഇപ്പോഴാണ് ഞാൻ അറിയണത് ക്യാമറ ഓഫ് ആക്കുമ്പോ അഭിലാഷ് ഇത്രയും സംസാരിക്കുന്നത്. കാരണം ഞാൻ വളർത്തി വിട്ട അഭി ഇങ്ങനെയായിരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ ഇവിടെ കൂടിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത്. അതെ, ഇവരുടെ സ്വഭാവം ചാത്തനായതുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കും. കഷ്ടം. അപ്പൊ നമ്മുടെ കൂടെ ഇനി നമുക്ക് കോമഡി പറയുന്ന ഒരാളെ ഹയർ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ പോസ്റ്റ് ഇട്ടാലോ, വി ആർ ഹയറിങ് എ കോമഡി ആർട്ടിസ്റ്റ്. കാരണം ഇങ്ങനത്തെ ഞാനിന്ന് ഭയങ്കര സ്ട്രെസ്സിലല്ലേ, അപ്പൊ എനിക്ക് കോമഡി പറഞ്ഞ് എന്നെ ചിരിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ. അതായത് അവാർഡ് മേടിക്കുമ്പോ എന്ത് പറയണം എന്നുള്ള സ്ട്രെസ്. അത്രേ ഉള്ളൂ. പഠിച്ചോ? ചേച്ചിയുടെ സ്പീച്ച് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ? അതല്ലേ പ്രശ്നം, ഇംഗ്ലീഷ് പറയണ്ടേ ഇവിടെ. അവിടെയല്ലേ ഞാൻ തളർന്നു പോകുന്നത്. അവിടെയാണ് തീർന്നു. അത്രേ ഉള്ളൂ അണ്ണ, മനസ്സിൽ അത്രേ ഉള്ളൂ വിശ്വാസം. തീർന്നു കഥം. അതെ, ഞാനിപ്പോ ചേച്ചിയുടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 11 വർഷമായി. ഞാൻ ഇതിന്റെ ഇടയിൽ കേട്ടില്ല ഇംഗ്ലീഷ് പറയുന്നത്. ഞാൻ കേട്ടിട്ടില്ല. തമിഴ് പറയും, തെലുങ്ക്, കന്നഡയൊക്കെ പറയും. അതൊന്നും എനിക്ക് അറിയാവുന്ന തെലുങ്കും കന്നഡയൊക്കെ ചേച്ചി പറയും. പിന്നെ അതെനിക്ക് അറിയാത്തോണ്ട് സത്യം ഉള്ളതാണ് പറയുന്നത് എനിക്കറിയില്ല. കിട്ടിക്കൊണ്ടിരിക്കാണല്ലോ, ഫുള്ള് ഗോൾ അടിച്ചോണ്ടിരിക്കണ. ഇന്ന് നീ കേക്കോടാ, ഇന്ന് നീ കേക്കോ. ഞാൻ വീഡിയോ എടുത്തിട്ട് നിനക്ക് രാത്രി തന്നെ അയക്കും.
ബ്രോ അയച്ചാ മതി. അതെ എന്താ പറയുന്നത്? അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ടെൻഷനിലാണ്. ഇപ്പൊ എന്റെ ടെൻഷൻ കൂടി, കോൺഫിഡൻസ് പോയി, ഉള്ള കോൺഫിഡൻസും പോയി. അതിലൂടെ ഈ എന്താ പറയാ, നമ്മളെന്താ പറയാ വന്ന് നമ്മളിങ്ങനെ പഠിച്ചു വന്ന സാധനം മറന്നുപോയി. പിന്നെ ഹ്യൂമർ സെൻസ് ഇല്ലാത്തൊരു ടീമും. അതെ, പ്രേം എന്ന 2 കോമഡി പറയും, അതുമില്ല. വന്നതും നിന്നതും ഒക്കെ വന്നതും നിന്നതും കുഞ്ചുമാണ്. എല്ലാവർക്കും കിട്ടി. ഇപ്പൊ മറ്റേ സിനിമയിലെ ജഗതിനെ പോലെയാ, വേണ്ടടുത്ത് വേണ്ടാത്തടുത്ത് പഴഞ്ചൊല്ല് പറഞ്ഞത്. അത് ഇതിന്റെ കോമഡി, നിർത്തുന്നില്ല കോമഡി. അതെ കുറച്ചും കൂടെ സത്യം. ഫോൺ എന്താണ് ചെയ്യുന്നത്? ഇത് അൽത്ത ഇടുന്നത് ഞാൻ. അത് അൽത്ത ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു രസത്തിനിട്ടാണ്. ഞാൻ കണ്ടു ഫിലിം ഫെയർ അവാർഡിൽ ഒരു പ്രാവശ്യം രേഖാജി, നമ്മുടെ രേഖാജി അൽത്തേക്ക് ഇട്ട് ഇങ്ങനെ വരുന്നത്. അതിനുശേഷം പിന്നെ വേറെ ആരും അങ്ങനെ ഇട്ട് ഞാൻ കണ്ടില്ല. സോ ഐ തോട്ട് ആഫ്റ്റർ രേഖാജി അടുത്തത് സ്വാസിക അൽത്തേട്ടാണ്. എന്റെ സ്റ്റൈലിസ്റ്റ് താരുണ്യ എപ്പോഴും രേഖാജിയുടെ റെഫറൻസ് കൊണ്ടല്ലേ വരാറ്. അതെ, അപ്പൊ അവൾ ഇത് പറയില്ല, ഇങ്ങനത്തെ നല്ല കാര്യം അവള് പറയില്ല. താരുണ്യാണ്. അല്ല, അപ്പൊ അതുകൊണ്ട് താരുണ്യ രേഖാജിയുടെ ലുക്ക് തരാറുള്ളതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇത് ഇടാന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ചു അറിയാലോ അൽത്ത എന്റെ ഒരു വീക്ക്നെസ് ആണ്. അതെ അതെ. നീ കാലിലിടുന്നുണ്ടോ? കാലിലിടുന്നില്ല, കൈ മാത്രം. ഇത് ഉണങ്ങണ്ടേത്? ഇത് ഉണങ്ങി, ഇത് ഇപ്പഴും ഉണങ്ങി. ഇതേ കണ്ട. എന്താ താരുണ്യക്ക് എന്താ സജഷൻ പറയാനുള്ള? സജഷൻ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഏതിന്റെ? എന്തോ സ്റ്റൈലിങ്ങിനെ കുറിച്ചിട്ട്. ലൗഡ് അല്ല, ഒത്തിരി ലൗഡ് ആക്കണ്ട, നമുക്ക് ചെറിയ പൊട്ട് മതി, മനസ്സിലായോ? കാരണം നമ്മൾ ഓർണമെന്റ്സ് അത്യാവശ്യം നന്നായിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, എപ്പോഴും ലുക്ക് ബാലൻസ് ആയിരിക്കണം. അന്ന് ഞാൻ അവളിത് പറയാൻ വേണ്ടി ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഓടി വന്നിരിക്കുന്നത് എന്താ പറയാണ്ട്. അതല്ല, ഈ നമ്മളിപ്പോ രേഖാജിയുടെ റെഫറൻസിൽ അന്ന് അമ്മ ഷോയ്ക്ക് ഇട്ടുകൊണ്ട് പോയി സെറ്റ് സാരി നിറച്ച ആഭരണം. അപ്പൊ ഇതുപോലെ എന്നോട് ചോദിച്ചു എന്താണ് ഇത്, പക്ഷെ ഞാൻ മറന്നുപോയി. താരുണ്യെ പറഞ്ഞ കാര്യം പറയാൻ മറന്നുപോയി. കണ്ടോ, വേണ്ടടുത്തൊന്നും. ഞാൻ അകത്ത് ഇട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഹെയറിലും സാരിയിലേക്ക് കടക്കുക. മനസ്സിലായോ? കുഞ്ചുന് എന്താ അഭിപ്രായം അകത്ത് ഇടുന്നതിനെ കുറിച്ച്? നല്ലതല്ലേ, നിന്റെ ഒരു സിഗ്നേച്ചർ അല്ലേ? എന്റെ സിഗ്നേച്ചർ ആണെന്ന് വലിയ പൊട്ട്. ഇവരിപ്പൊ ഒന്നും സമ്മതിക്കുന്നില്ല. ഇത് കണ്ടില്ല, ഇത് ചെറിയ പൊട്ടാണ് ഏറ്റവും ഭംഗി മുഖത്തിന്. വിത്തൗട്ട് മേക്കപ്പിൽ വലിയ പൊട്ട്, മുഖം കാണാത്ത വലുപ്പത്തില്. ശ്വാസികേച്ചി പറയുന്നത് ശ്വാസികേച്ചിയുടെ ഭർത്തുവിന് വലിയ പൊട്ടുള്ളതാണ് ഇഷ്ടം. ഞാനോ? ഇപ്പൊ അതുമില്ല. വലിയ പൊട്ട്? എത്ര വലിയ പൊട്ട്? ഞാൻ തൊടാറുള്ള പോലെ ഭയങ്കര വലുത് ഇഷ്ടമല്ല. അത് ഞാൻ പറഞ്ഞു, ചെറുതാക്കി ഞാൻ പറഞ്ഞില്ലേ, കൺസിഡർ ചെയ്യണം. ഇത്ര ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയിരിക്കുകയാണ്. ഭാഗമൊക്കെ പൊട്ടിക്കാൻ. ഇതെന്താ? ഇൻവിറ്റേഷൻ കാർഡ്, നമ്മുടെ കാർ പാസ് എന്തൊക്കെയുണ്ട്. കാർ പാസോ? അല്ല, കാർ പാസ് അല്ല, ഇത് വെച്ച് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, നോക്കട്ടെ. അതാ, ഇതിന് ബണ്ണ് വേണ്ട, വേറെ പിന്നെ അയച്ചതാ. ഓക്കെ, ഇങ്ങനെ കാർ പാസ്, എൻട്രി കാർഡ്, ബണ്ണാണ് എപ്പോഴും കിട്ടണത്. മറ്റേ അയച്ചതാണോ? ഇതെന്താ? MIP, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണോ? ഇതെന്താ MIP എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിരിക്കും. അല്ലെങ്കിലോ VIP ആണ് വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നൊക്കെ ഉണ്ടോ? ഉണ്ടാവും, നമ്മളതിലായിട്ട് നിനക്കല്ല അവാർഡ് കിട്ടുന്നത്. ഓ എന്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോവുകയും വേണം, അവിടെ കൊണ്ടുപോകണം. എനിക്ക് എന്ത് ഇതൊക്കെ എന്നോടാ നന്ദി വേണ്ടത്. വന്ന വഴി വെക്കരുത്, വന്ന വഴി. ഞാൻ എന്ത് വന്ന വഴി കോമഡി പറയാനാ നിങ്ങളോട് പറയാം, വഴക്കൂടാനായിരുന്നു. നമ്മളിപ്പോ എന്റെ ടെൻഷൻ കൂട്ടുമല്ലോ. ഞാൻ ഉപദേശിച്ചതാ, അത് ഇവള് പറയാ. ഉപദേശത്തിന്റെ കുറവുണ്ട്.
സ്വാസിച്ചി തിരി ഇങ്ങോട്ട് ഒരു പണിയെടുക്കുമ്പോ അതിന് ശ്രദ്ധിക്കണം, മനസ്സിലായില്ല? അതിന്റെ ഇടയ്ക്ക് പരിദൂഷണം പറയാൻ പോകും. സ്വാസിച്ചി ഇവള് പറയാ ഇവളോട് എനിക്ക് നന്ദി വേണമെന്ന്. എന്തിന്? ഞാൻ എന്റെ വീട്ടിൽ എന്റെ വണ്ടി എടുത്ത് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി അടുത്ത സ്ഥലത്ത് ഇറക്കണം. അപ്പൊ ഇവർക്ക് എന്നോടല്ലേ നന്ദി വേണ്ടത്? ചുമ്മാ തന്നെ നിങ്ങൾ പൈസ തരുന്നത്. നിനക്ക് ഇത് കിട്ടിയത് ഏത് അതെ, എന്തായാലും അത്. ഏത് ഞാൻ പറഞ്ഞാ ഞാൻ പോരുന്നില്ല. മോനെ ഇതൊക്കെ റെക്കോർഡാട്ടോ. എല്ലാം റെക്കോർഡായി, എല്ലാം കാണിച്ചു കൊടുക്കും. ഇനി കുറച്ച് കാശ് കുറച്ച് കാശ് ഇപ്പൊ പോസ്റ്റ് ചെയ്യും. എനിക്ക് നമ്പർ ഉണ്ട്. തീർന്ന് അഭിലാഷിന് ബ്ലാക്ക് ബെൽറ്റ്. അതെ, ഇനി കുറച്ച് കാശ് വിളിക്കാം. എല്ലാ മാസം കാശ് ടൈറ്റാ വിളിക്കാം. അത് നമ്മള് തമ്മിൽ ചെറിയൊരു കണക്കുണ്ടായിരുന്നല്ലോ. ഇനി ഇതാക്കിയ നിന്റെ റോൾ ചെയ്യണം. ഫ്ലോയിലത് പോയത് ഓർമ്മിപ്പിക്കണ്ടേ? എന്റെ വേണ്ടി which one, the Telugu movie? അല്ലെങ്കിൽ സ്വാസിച്ച് പറയണം. That movie is finished. Yeah, I think only 18 days. They will complete it fully. ഇവരെ ബ്രോ ഇവിടുന്ന് കണ്ടന്റ് ഇതാണ് എന്റെ അസിസ്റ്റന്റ് കം മേക്കപ്പ് ആർട്ടിസ്റ്റ് അഭിലാഷ് ചിക്കു. Telugu movie, മര്യാദക്ക് തേക്കടോ. ഇനി ഞാൻ വിട്ടില്ല. ഞാൻ സ്റ്റാറ്റസ് ഈ ഫിലിം ഫെയറിന്റെ ഇതാ. അതിന് പാട്ടിന് യൂട്യൂബ് വരുമ്പോൾ കോപ്പിറൈറ്റ് അടിക്കും. Take me also, okay? ഓ ഇടാം. ആ ടാഗ്, ഓക്കെ ഓക്കെ. ഐഫോണിൽ ഇപ്പൊ രണ്ടാമത് ടാഗ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ലേ? ഇല്ല, സ്റ്റോറിയിൽ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. നോക്കട്ടെ. അങ്ങനെ പറ്റുമല്ലോ. എന്നാ എനിക്ക് കൂടി കാണിച്ചാ ഏത് മെൻഷൻ. ഞാൻ നോക്കിട്ട് പറ്റുന്നില്ല. ഇത് ഇങ്ങനെയല്ലേ ഇട്ടോണ്ടിരുന്നതല്ലേ? അതെ. ബ്രാൻഡിയുടെ കഴിവുകൾ പുറത്തേക്ക് എടുക്കുകയാണ്. അല്ല പിന്നെ എന്ത് എന്താ? എന്ത് ഇനി നമ്മള് സാരി ഉടുക്കാൻ പോവുകയാണ്. ഹെയർ കഴിഞ്ഞു, മേക്കപ്പ് കഴിഞ്ഞു. ഇനി താരുണ്യയുടെ കലാവിരുതാണ് അടുത്തത്. എന്റെ ഡ്രീപ്പിസ്റ്റ് ഉണ്ട്. അതാരാ? അഭിലാഷ് ചിക്കു മേക്കപ്പ് ആർട്ടിസ്റ്റ്. എടി ആർക്കാടി ലാഭം? ഓൾ ഇൻ വൺ. ആർക്കാടി ലാഭം? അഭിലാഷ് വന്നാൽ മതിയല്ലോ സ്റ്റൈലിസ്റ്റ് ആയിട്ട്. സത്യം. എന്തിനാണ് താല്പര്യം? കല്യാണത്തിന് അങ്ങനെ കല്യാണം ഇതാണ് ഇതുകൊണ്ട് വിളിക്കാത്തത്. മൊത്തം പണി ഏൽപ്പിക്കും. സാരി തേക്കാൻ അറിയില്ല, സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല, പിന്നെ അത് കൂടാതെ ഒരു ബ്ലൗസ്, ഇതെല്ലാം യൂട്യൂബ് വരും. എന്റെ ഒരു സ്വന്തം സാരി ഉടുക്കാൻ അറിയില്ല. ഇതൊക്കെ പിന്നെ എന്തിനാണ് ഇനി സ്റ്റൈലിസ്റ്റ്? പണ്ട് ഏതോ തുണിക്കടയിൽ എടുത്തു കൊടുക്കാൻ കാണുന്നുണ്ട്. ഇതെല്ലാം യൂട്യൂബിൽ ആൾക്കാർ കാണും കേട്ടോ. 4 ലക്ഷം ആൾക്കാർ കാണും. തീർന്ന്. അതല്ല, ഇനി ഇതിലാണ് ഇനിയാണ് നിങ്ങൾ ശരിക്കും ഫേമസ് ആവാൻ പോകുന്നത്. ശരിക്കും ബ്രൈഡ്സ് എല്ലാരും പറയും വി വോണ്ട് ദിസ് കോംബോ, താരുണ്യ ആൻഡ് അഭിലാഷ് കോംബോ. പണി അറിയാത്ത സ്റ്റൈലിസ്റ്റും പണി അറിയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ലേ? വല്ലാണ്ട് ഞങ്ങളുടെ ഏർലി മോർണിംഗ്സ് ഊഷ്മളപരമാക്കാൻ ഞങ്ങൾക്ക് ഇവരെ ഉഷ്മകളോ? അല്ലല്ല അല്ലല്ല ഊഷ്മളം. ഊഷ്മളം. ഊഷ്മളം, അങ്ങനെ ഒരു വാക്കുണ്ടോ? ഊഷ്മളമാക്കാൻ ഞങ്ങളുടെ ഏർലി മോർണിംഗ്സ് മനോഹരമാക്കാൻ താരുണ്യം അഭിലാഷും വേണം എന്ന് ബ്രൈഡ്സ് വാശി പിടിക്കും. അപ്പോൾ ഇതിന്റെയൊക്കെ എനിക്ക് കമ്മീഷൻ 10%. അല്ല അവിടെ നമുക്ക് ഇതെല്ലാം എല്ലാ മാസം കിട്ടുന്നുണ്ട്. അതിന് പിടിക്കുന്ന സംഭവമുണ്ട് എല്ലാ മാസം. ഓൾറെഡി അതിനുള്ളതൊക്കെ അതിനകത്ത് ഇടക്കിടക്കാൻ വിളിക്കാം. അഭി കുറച്ച് ജീപ്പേ. അങ്ങനെയല്ല, ഞങ്ങൾ ഇപ്പൊ യൂറോപ്പിലാണ്. കുറച്ച് യൂറോ ആവശ്യമുണ്ട്. ഒന്ന് കൺവേർട്ട് ചെയ്ത് അയക്കാമോ? ഞങ്ങൾ രണ്ടുപേരും, പിന്നെ താരു, പിന്നെ ബ്രാൻഡി, അങ്ങനെ അങ്ങനെ വരണം. എന്റെ എൻട്രിക്കുള്ള സമയമായോ? യെസ്, വന്നോളൂ. ചിന്ന നീ അടുത്ത
But auntie, they're calling. She's calling. വാ ആന്റി. ഞാൻ കൊള്ളാം. ഈ മറ്റേ റീല് ഇനി സ്പീച്ച് ഒന്ന് പറ. സ്പീച്ച് അത് ഇപ്പൊ പറയാൻ പറ്റില്ല. അത് ഞാൻ മനസ്സിൽ പറയാൻ ഞങ്ങൾ പറ്റില്ല. കേൾക്കട്ടെ ചേച്ചി. ഞങ്ങൾ കേൾക്കട്ടെ സ്പീച്ച്. സ്പീച്ചു. അത് മാത്രം പറയുള്ളൂ. ലാസ്റ്റ് ഇങ്ങനത്തെ ഡയലോഗ് ഇപ്രാവശ്യത്തെ ഫംഗ്ഷനിൽ ഈ മലയാളത്തിൽ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ കൈ അടിച്ച് പാസ്സാക്കി. അത്രേ ഉള്ളൂ. അതെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട എന്റെ കൊച്ചി, ഫോട്ടോ മതി മതി. അപ്പൊ എന്താ പോവല്ലേ? Yes. ഫുൾ ടെൻഷൻ. എല്ലാരും പോയി, നമ്മളോട് പോവാള്ളൂ. വാ. Okay. So, thank you. എനിക്ക് എൻ്റെ മലയാളം ഓഡിയൻസിനോടും ഈ അവസരത്തിൽ ഞാൻ താങ്ക് യു പറയാണ്. എൻ്റെ കരിയറിൻ്റെ തുടക്കം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും താങ്ക് യു. ഇന്ന് ഞാൻ തമിഴ്നാടുവിനെ റെപ്രസെൻ്റ് ചെയ്ത് ആണ് അവാർഡ് വാങ്ങിക്കുന്നെങ്കിലും Now there's so much more we're expecting. സ്പീച്ച് പഠിച്ച് വേസ്റ്റ് ആയി പോയി. தமிழரசன் லப்பர் பந்து ரொம்ப பெருமைப்படுறேன். சென்னையிலிருந்து congratulations. Please put your hands together for both of them, Suresh Mani and Tamilarasan. And lovely two movies, J Baby and Rubber Bandu. Of course. Today we are celebrating the best cinema in South India. South India ഏറ്റവും മികച്ച സിനിമകൾ ആഘോഷമാക്കുകയാണ് നമ്മൾ ഇന്നിവിടെ. ആദ്യ ചിത്രത്തിൽ തന്നെ അവർ ശരിക്കും വെന്നിക്കൊടി പാറിച്ച രണ്ട് പേരാണ് ഇവിടെ നിൽക്കുന്നത്. And in Tamil cinema, we know we love Rubber Bandu. Movies, thanks to Rashmika and each and everyone. Yeah, Henry, thank you. What a lovely moment. Congratulations, DSP. JSP ഇവിടെ പാട്ട് പാടി മമ്മൂക്കേനെ എത്തിച്ചു. അതാണ് DSP. Thank you so much. Thank you. His mass appeal, the icon star, Allu Arjun, the finest of the country, breaking records one after the other. Welcome to Kerala, the Kerala tourism. Allu Arjun, ladies and gentlemen. നോക്കാൻ പേടിയാ എനിക്ക്. എങ്ങനെയാണ് ഇതൊക്കെ നോക്കണേ? Can we announce the winner now? And the Filmfare goes to Namaskaram Kochi. Namaskara. Of course, Namaskaram Allu Arjun garu. Lots of love from Hyderabad. Well, the award goes to Jitin Raj Periyone. Your 90th film. ಖುಷಿ ಆಗ್ತಾ ಇದೆ. ಫಿಲ್ಮ್ ಫೇರ್ನ ಎಲ್ಲ ಬಳಗಕ್ಕೂ ನಾನು ಧನ್ಯವಾದಗಳನ್ನು ಹೇಳೋದಕ್ಕೆ ടെൻഷൻ ಇಷ್ಟಪಡ್ತೀನಿ. ಹಾಗೆ ನಮಗೆ 2024 ಬಹಳ ವಿಶೇಷವಾದ ವರ್ಷ. ಯಾಕೆಂದ್ರೆ ಶಾಕಾಹಾರಿ ಅನ್ನೋ ಒಂದು ಸಿನಿಮಾನು ವಿಶೇಷವಾಗಿತ್ತು. ಅದರ ನಿರ್ದೇಶಕ ಮತ್ತು ನಿರ್ಮಾಪಕರು ಬಂದಿದ್ದಾರೆ. ಹಾಗೆ ಬ್ಲಿಂಕಿನ ನಿರ್ದೇಶಕ ಶ್ರೀನಿಧಿ ಬೆಂಗಳೂರು ಅವರಿಗೂ ನಾನು ಧನ್ಯವಾದಗಳನ್ನು ಹೇಳೋದಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. ಯಾವುದೇ ಆರ್ಟ್ ಫಾರ್ಮಲ್ಲಿ ಕೆಲಸ ಮಾಡೋರು ಪದೇ ಪದೇ ಇನ್ಸ್ಪೈರ್ ಆಗ್ಬೇಕು ಅನ್ಸುತ್ತೆ. ನನ್ನ ಥರದ ಆಕ್ಟರ್ಗಳಿಗೆ If you could just please come out to the stage.
And the Filmfare Award goes to? Yes, and the award goes to Chatai, Parvati Tiruvottu for Tangalan, and Swasika for Labur Bandhu. If you may, a few words, please. നമസ്കാരം കൊച്ചി. ഒരുപാട് സന്തോഷം. എൻ്റെ ഫസ്റ്റ് ഫിലിം ഫെയർ എൻ്റെ സ്വന്തം നാടായ കൊച്ചിയിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അതും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ മുന്നിലുണ്ട്. സോ താങ്ക് യു. ആൻഡ് ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ട് ഞാൻ കുറേ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വർഷം. ആൻഡ് എൻ്റെ ലബർ ബന്ദ് ടീമിൻ്റെ എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്പെഷ്യലി മൈ ഡയറക്ടർ தமிழரசு பச்சமுத்து சார். நான் எல்லா மேடையிலும் இது சொல்லி தான் ஆகணும். நீங்கள் கண்டிப்பாக எனக்கு ஒரு என்னோட கெரியரில் ஒரு ஆக்சிஜன் எகெயின் ஒரு பிகினிங் கொடுத்துருக்காங்க. ஸோ ரொம்ப சந்தோஷம். அண்ட் தமிழ் மக்களுக்கு எல்லாருக்குமே லப்பர் பந்து அந்த மூவி நீங்கள் ஏற்றுக்கிட்டதுக்கு, என்னோட கேரக்டர் அக்செப்ட் பண்ணுறதுக்கு எல்லாத்துக்குமே ரொம்ப ரொம்ப நன்றி. താങ്ക് യു സോ മച്ച്. സോ നെക്സ്റ്റ് ടൈം ഫിലിം ഫെയർ ഒരു മലയാളത്തിന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ വിട പറയുന്നു. ഉറപ്പായിട്ടും congratulations for the award, Swasika. All the very best. For a Tamil movie, so it's a mixed emotion and so happy. Thank you Filmfare once again. Thank you so much. And the 70th Filmfare, so very grateful to have. How are you going to celebrate? Maybe with my family I will go for a party tonight or maybe tomorrow. That's it. Congratulations. Thank you. சில்லாஞ்சிருக்கியே என்ன கொல்லற அழகியே, சில்லாஞ்சிருக்கியே என்ன நெஞ்சில நடுகியே, சில்லாஞ்சிருக்கியே എങ്ങനെയുണ്ടായിരുന്നു ഫീലിംഗ്? ബ്ലാക്ക് ലേഡി ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻ ആയിരുന്നു എനിക്ക്. ചില സമയത്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ തോന്നും, ചില സമയത്ത് അയ്യോ, ചില സമയത്ത് ഒരുമാതിരി സങ്കടം, വിഷമം, എക്സൈറ്റ്മെന്റ് എല്ലാം കൂടി മിക്സ്ഡ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാം പഠിച്ചത് കുഞ്ഞു പഠിപ്പിച്ചിട്ട് എല്ലാം മറന്നുപോയി, ഒന്നും പറഞ്ഞില്ല. ആദ്യം സ്പീച്ച് പറയേണ്ടത് ആളാ. അതെ, എനിക്ക് അവിടെ ചെന്നപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്പീച്ച് പറയണ്ടെന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞപ്പോ എല്ലാരും പറയുന്നു, പിന്നെ പെട്ടെന്ന് അവിടെ ചെന്നപ്പം എന്താ പറയാ എല്ലാം കൂടി ബ്ലാങ്ക് ആയി. അവസരം ഒരുമിച്ച് വന്നല്ലോ, അത് നിനക്ക് ശരിക്കും ഭാഗ്യമുണ്ട്. കാരണം നമ്മൾ 7:30 പോയിട്ട് ഇത്രയും ലേറ്റ് ആയിട്ട് കിട്ടിയത് ഭാഗ്യമല്ലേ, കാരണം എല്ലാരും വന്നു അവസാനം. കാരണം ഏറ്റവും പീക്ക് ടൈമിലാണ് നീ പോയി മേടിച്ചത്. കാരണം അതിനുശേഷം മമ്മൂക്ക, പൃഥ്വിരാജ്, അല്ലു അർജുൻ, ശിവകാർത്തികേയൻ, അരവിന്ദ് സ്വാമി, അനുരാഗ് കശ്യപ്, പിന്നെ നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അത് കറക്റ്റ് നേരത്തെ തരാത്ത. അപ്പൊ അവരാരും കാണത്തില്ല, ഇപ്പൊ എല്ലാരും കണ്ടു, അവരെല്ലാരും സംസാരിച്ചു. സായി പല്ലവി സംസാരിച്ചു, പ്രിയാമണി, സിമ്രൻ മാം എല്ലാരും സംസാരിച്ചല്ലോ. അപ്പൊ അതിന് വലിയ കാര്യമല്ലേ. അങ്ങനെ അടിപൊളിയായിരുന്നു. അതെ, ടെൻഷൻ കാരണം ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ പറയാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അതെ, ക്വൈറ്റ് നാച്ചുറൽ. അതുകൊണ്ട് അടുത്ത ഫിലിം ഫെയറിന് കുറച്ചും കൂടി അടിപൊളിയാക്കാം. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ, ഇനി കുറച്ച് ടെൻഷൻ ഇല്ലാതിരിക്കും. നെക്സ്റ്റ് ടൈം ഫോർ മാമൻ. യെസ്. അപ്പൊ അങ്ങനെ ഇനി ഇത് എന്റെ നീ ഇനിയിപ്പോ ഫുട്ബോൾ പ്ലേയേഴ്സ് ചെയ്യുന്ന പോലെ അത് വെച്ച് ഉറങ്ങുന്നു. അതെ അതെ അതെ.
അത് വെച്ച് ഞാൻ ഉറങ്ങും രാത്രി. അപ്പൊ അങ്ങനെ. കുഞ്ചുവിന് ഹാപ്പിയാണോ? പിന്നെ ഹാപ്പി ആണല്ലോ. ഹാപ്പി? യെസ് ഓഫ് കോഴ്സ് ഹാപ്പി ആണല്ലോ. യെസ്. നമ്മളെ എന്താ പറയാ, നമ്മുടെ റീൽസിന് അവിടെ ഭയങ്കര ഫാൻസ് ഫിലിം ഫെയർ അവാർഡിന് അല്ലേ? എല്ലാരും അതാ മറ്റേ കനി കുസൃതിയൊക്കെ വന്ന് സംസാരിച്ച എന്നെ പരിചയമുള്ള ആളെ പോലെയാണ് എന്നെ സംസാരിച്ചതൊക്കെ. കനികുസൃതി അതായത് വന്ന് സംസാരിച്ചു അവിടെ നിന്ന്. അതായത് ഈ ആങ്കർ ചെയ്യുന്ന റെഡ് കാർപ്പറ്റില് എല്ലാവരും നമ്മുടെ റീൽസിന്റെ ഫാൻസാ. സൂപ്പർ. അപ്പോ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഓൾമോസ്റ്റ് രാത്രി 1 മണിയായി തോന്നുന്നു. 1 മണിയായി. കഴിച്ചില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ്റ്റ് ഡ്രീംഡ് മൊമെന്റിലൂടെ കടന്നുപോയി. അപ്പോൾ ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും വേണം. ഞങ്ങളുടെ കൂടെ കുറേ ഇതുപോലെ അഭിനയിക്കണം, അവാർഡ്സ് വാങ്ങിക്കണം. അതെ, ഈ നോമ്പ് മാസത്തിൽ. അതെ. താങ്ക് യു. ബൈ. ഇത്രേ ഉള്ളൂ ഈ വ്ളോഗ്. വെരി ക്യൂട്ട് ഫേവറേറ്റ് വ്ളോഗ്. വി ആർ എൻഡിങ് അപ്പ്. ചില്ലാഞ്ചിരക്കിയേ എന്നെ കൊല്ലര അഴകിയേ, ചില്ലാഞ്ചിരക്കിയേ എന്നെ നെഞ്ചില നരുകിയേ, ചില്ലാഞ്ചിരക്കിയേ ചെറു